എന്താ മേപ്പുതി? ഇത്തിരി ചോറാ. ഇന്നിവിടെ കല്യാണം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തുകാരുടെയാ. അമ്മേ, എനിക്ക് ആ ചോറ് ഇത്തിരി തരൂ. അയ്യോ, ഈ ചോറോ? ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് തരാം. എനിക്ക് ആ ചോറാണ് ഉണ്ടത്. ആ കല്യാണത്തിന്റെ ചോറ് ഒരു പിടി ഉണ്ണണം. അതെന്താ? ആഗ്രഹങ്ങൾ ബാക്കിയാവണ്ട. അയ്യോ, എങ്ങനെ വിളമ്പും? കൈകൊണ്ടിട്ടാ മതി. കണ്ണിൽ വെള്ളം പൊടിഞ്ഞല്ലോ. എരിവ് കൂടുതലുണ്ടോ? നമസ്കാരം. നമസ്കാരം. ഊണ് കഴിക്കുന്നേ ഉള്ളൂ? അതെ, എന്നോടുള്ള പിണക്കമൊക്കെ തീരണം. ഞാൻ വന്നു, പ്രാർത്ഥിച്ചു. ഇപ്പതാ ഒരു പിടി ചോറും ഉണ്ടു. ഇവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു, അതിന്റെ ചോറാ. തൃപ്തിയായി. എല്ലാം മംഗളമായിരുന്നല്ലോ അല്ലേ? കൃഷ്ണേട്ടനും കുറച്ചാളുകളും പിണങ്ങിപ്പോയി. ഞാൻ വന്നതുകൊണ്ടാണോ? വരണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ മനുഷ്യനല്ലേ, ആഗ്രഹങ്ങളും വാസനകളും ഇല്ലാതാവില്ലല്ലോ. വരരുതായിരുന്നു. ഞങ്ങള് ഒരു സങ്കടം പറയാനാണ് വന്നത്. എന്നോട് സങ്കടം പറയേ. എന്റെ സങ്കടം ഞാൻ ആരോട് പറയും? നിർമ്മലയുടെ നേരെ ഒന്നും നോക്കുപോലും ചെയ്തില്ലെന്ന് പറഞ്ഞ് അവള് ഭയങ്കര കരച്ചില്. എന്തിനാണ് നോക്കുന്നത്? ഞാൻ സദാ അവരെയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. വന്ന് അവളോടൊരു വാക്ക് മിണ്ടിക്കൂടെ? അല്ലെങ്കിൽ അവളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരട്ടെ? വേണ്ട, എനിക്ക് കാണാൻ വയ്യ. പിണക്കമോ പരിഭവമോ അല്ല. 9 വർഷങ്ങളായി ആത്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കുന്നവനാണ് ഞാൻ. മന്ത്രദീക്ഷ കിട്ടിയിട്ട് 5 വർഷം, ബ്രഹ്മചര്യം 2 വർഷം, ധ്യാനം, തപസ്, പ്രാർത്ഥന. മനസ്സിനെ അടക്കി നിർത്താൻ പാടുപെടുകയാണ്. ഇപ്പോ ഒട്ടയ്ക്ക് അതിന് കഴിയുകയും ചെയ്യുന്നു. പാലേട്ട എന്നൊരു വിളി മതി, ഒരു നീർക്കുമിള പോലെ അത് പൊട്ടിത്തകരാൻ. ദയവ് ചെയ്തെന്നെ മനസ്സിലാക്കണം. ഇതൊക്കെ എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? എന്നെ ചോദ്യം ചെയ്യരുത്. എന്റെ വഴി ഇതാണെന്ന് ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. കുറച്ചു ദൂരം കൂടിയേ ഉള്ളൂ എന്റെ ലക്ഷ്യത്തിലെത്താൻ. ഇനി ഒരു തിരിച്ചു വരവില്ല. എന്നെ പിന്നോട്ട് വിളിക്കരുത്. നിർമ്മലയ്ക്ക് ഇനി ആരുണ്ട്? നിങ്ങളൊക്കെ ഇല്ലേ, അത് ധാരാളം. അവളോട് ഞങ്ങൾ ഇനി എന്ത് പറയണം? എന്നെ മനസ്സിലാക്കാൻ പറയൂ. എനിക്ക് അവരോട് എന്നും സ്നേഹം മാത്രമേ ഉള്ളൂ. പരിഭവത്തിന് ഒരു കണിക പോലുമില്ല. ആഗ്രഹിക്കാതെ പിരിഞ്ഞുപോയി വിധി. അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ പിരിയാതെ ജീവിക്കാൻ പ്രാർത്ഥിക്കാൻ പറയും.